ഒരു ചെറുകഥ ബൈ സഫീർ ഉളിയിൽ. ഇന്നലെ ഓഫീസിൽ നിന്നിറങ്ങാൻ അല്പം ലേറ്റ് ആയതുകൊണ്ടുതന്നെ മഗ്രിബ് നമസ്കാരം ഇവിടുന്ന് തന്നെ ആവാമെന്നു വച്ചു. ഏഷ്യ വൻകരയിലെ ഇന്ത്യ രാജ്യത്തെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മാലിക് ദീനാറും സംഘവും വന്ന് ഇസ്ലാം പകർന്നു തന്ന കേരള മണ്ണിലെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളൊരു ഗ്രാമത്തിലെ മദ്രസയിൽ പഠിച്ചവനും അങ്ങ് സിറിയയിൽ നിന്നും ഈജിപ്തിൽ നിന്നും യമനിൽ നിന്നുമെല്ലാമുള്ളവർ ഒരുപോലെ ആദ്യം കൈ കഴുകി വായിൽ വെള്ളം കൊപ്പിളിച്ച് മുഖം കഴുകി അങ്ങനെ എല്ലാം ഒരുപോലെ ഒരേ ക്രമത്തിൽ ചെയ്ത് വുതുവെടുത്ത് നമസ്കാരത്തിനായി നിരന്നു നിന്നു. യമനിൽ നിന്നുള്ളവരുടെ നേതൃത്വത്തിൽ നമസ്കാരം ആരംഭിച്ചപ്പോൾ എല്ലാവരും കൈകെട്ടു എന്ന് പറഞ്ഞില്ല, പകരം അല്ലാഹു അക്ബർ എന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ ഞങ്ങൾ മൂന്നുപേരും കൈകെട്ടി നിന്നു അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം കേട്ടു. തുടർന്നും അദ്ദേഹം അല്ലാഹു അക്ബർ എന്നേ പറഞ്ഞുള്ളൂ. എല്ലാരും കുനിയൂ എന്ന് പറഞ്ഞില്ല, പക്ഷേ നമ്മൾ മൂന്നു രാജ്യക്കാരും ഒരേ രീതിയിൽ കുനിഞ്ഞു. ഇങ്ങനെ അദ്ദേഹത്തിന്റെ അല്ലാഹു അക്ബർ എന്ന ഓരോ നിർദ്ദേശത്തിനും നമ്മൾ മൂന്നു രാജ്യക്കാരും നാലാമതൊരു രാജ്യക്കാരനായ അദ്ദേഹത്തെ ഒരുപോലെ പിന്തുടർന്നു. ഒരു വെൽ ട്രെയിനഡ് മിലിറ്ററി ടീമിനെ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിക്കാൻ പോലും റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയേണ്ടി വരികയോ അല്ലെങ്കിൽ കൈകൊണ്ട് നിർദ്ദേശം നൽകുകയോ ചെയ്യേണ്ടിവരും. എന്നാൽ ഇവിടെ ലോകത്തെ ഏതൊരു ഗ്രാമത്തിൽ നിന്നുള്ളവനും ഒരൊറ്റ അല്ലാഹു അക്ബർ കേൾക്കുമ്പോൾ തന്നെ ഓരോ സ്റ്റെപ്പും ഒരുപോലെ ചെയ്യുകയാണ്. സൃഷ്ടാവിന്റെ മേൽനോട്ടമില്ലാതെ ഇങ്ങനൊരു ഐക്യം സാധ്യമാവില്ല എന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇസ്ലാം, അതിനു നാം കാണുന്നതിനപ്പുറം മാനങ്ങളൊരുപാടുണ്ട്. മനുഷ്യരെ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. നിങ്ങളെ വിവിധ വിഭാഗങ്ങളും ഗോത്രങ്ങളുമാക്കിയത് നിങ്ങളന്യാന്യം തിരിച്ചറിയാനാണ്. അല്ലാഹുവിൻ്റെ അടുത്ത് നിങ്ങളിലേറ്റം ആദരണീയൻ നിങ്ങളിൽ കൂടുതൽ സൂക്ഷ്മതയുള്ളവനാണ്. തീർച്ച അല്ലാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 49-13. വീഡിയോ കണ്ടതിന് നന്ദി. സഫീർ ഉളിയിൽ.